അതെ, ഇന്നലെ രാത്രി എന്തിനാ സുഹൃതം വന്നത്? റംലു എന്തേ? റംലു അതെ, റംലു 2 ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാ. സുഹൃതം വന്നത് ഞങ്ങളെ കണ്ടോ? സുഹൃത്തേട്ടൻ വന്നത് എന്റെ അടുത്തേക്കാ. നിന്റെ അടുത്താ? എന്തിന്? എന്റെ കെട്ടിയവൻ എന്റെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ? കേക്കണോ നിങ്ങക്ക്? മതിയായില്ലടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭായി കളിച്ചത്. ഇനി ഒരു ഒറ്റ മിനിറ്റ് ഉണ്ടല്ലോ അവൻ ഈ നാട്ടി വെച്ചേക്കൂല. പ്രസിഡന്റ് അന്നേ അവന്റെ ഒരു ഭായി. എല്ലാവരും നിന്നേ. റംലുവിന്റെ ബാപ്പനെ കണ്ടിരുന്നു. റംലു അവിടെയുണ്ട്. അറിഞ്ഞു ഉസ്താദേ, ഈ നാട് കുട്ടിച്ചോറാക്കിയ ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഏതോ ഒരുത്തൻ വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു. കരീം അത് കേട്ട പാതി കേൾക്കാത്ത പാതി റംലുവിന്റെ വാപ്പാനെ വിളിച്ച് മുട്ടനെ തെറി വിളിച്ചു. അല്ല ഉസ്താദേ, ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ? അവളവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ? ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടേ മുക്രി. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു. ഫ്ലാസ്കോ എന്നുവെച്ചാ? ഓ, അതുപോലും അറിയത്തില്ലടാ നിനക്ക്. ഫസ്ക് ഓളോനെ അങ്ങോട്ട് മൊഴി ചൊല്ലാന്ന്. മതിയായില്ലടാ നിനക്കൊക്കെ. ഓന്റെയൊക്കെ മറ്റോടത്തെ ഒരു ഭായി. മിടുക്കി. അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ. ഇനിയിപ്പൊ മുജിക്ക് 2 വട്ടം ഒരുമിച്ച് നടത്താലോ. ഇനിയിപ്പൊ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത്. പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഭായി കളിക്കൂല. ഇപ്പൊ എന്തായി? ചേരേണ്ടവര് ചേർന്ന. ഇപ്പൊ മനസ്സിലായ ഭായി വെറും വാക്ക് പറയൂലെന്ന്. മുജിയെ, എല്ലാം ഭായിയുടെ അനുഗ്രഹമല്ലേ മുജി? നീ ആ ഭായി ഒന്ന് കയറി കണ്ട് കല്യാണം വിളിച്ചേരെ. കാലിയാക്ക, നിങ്ങൾ നാട് വെറുതെ കുട്ടിച്ചോറാക്കല്ലേ. ഉള്ള നേരം കൊണ്ട് ആ ഭായിനെ വണ്ടി കയറ്റി വിടാൻ നോക്ക്. നീ എന്താടാ ഈ പറയണേ? ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഭായിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂല കേട്ടാ. എന്നാലും കുഴപ്പമില്ല, അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല. മുജി, അങ്ങേരുടെ ശാപം കിട്ടിയ ഈ കല്യാണം വരെ മുടങ്ങും, പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, നിങ്ങൾക്കും ഭായിക്കും പറ്റുമെങ്കിൽ എന്റെ ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക്, ഞാൻ വിശ്വസിക്കാം. പറഞ്ഞത് കറക്റ്റ്. ഫാത്തിയുടെ കെട്ട് മുടങ്ങിയ ഞങ്ങൾ വിശ്വസിക്കാൻ പായില്. ഒന്ന് മുടക്കി കാണിക്കാം. എന്നാ കാണാം. കാണാം കാണാം കാണാം. അങ്ങനെ അങ്ങ് പോവല്ലേ. കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ഭായിനെ ബംഗാളിലേക്ക് കയറ്റി വിടുവോ? അത് ഞങ്ങൾക്ക് മംഗളോട് ഇരുന്ന് കൂടിയാലേ. ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും ഭായിനെ അങ്ങ് വിശ്വാസമല്ല അല്ലേ? കയറ്റി വിട്ടിരിക്കും. അങ്ങനെ സംഭവിച്ച അത് ഈ പെരുമാനിയുടെ തീരാ നഷ്ടം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുടങ്ങൂലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? സ്വർണം, ഉടുപ്പുകള്, നാസർ. പ്രസിഡന്റ്, മറ്റന്നാളാ കല്യാണം. 2 വീട്ടിലൊരുക്കങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് പ്രശ്ന? അല്ല, ഭായ് കല്യാണം മുടക്കൂലേ? ഭായി കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മൾ ഈ കല്യാണം മുടക്കും. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ പെരുമാനയുടെ മൊത്തം പ്രശ്നമാണ്. എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനി തങ്ങൾ ഏറ്റെടുത്തോളൂ. പെരുമാനിക്ക് ആപത്ത് വരുന്ന ഒന്നും തങ്ങൾ ചെയ്യൂല. ഈ കെട്ട് നടക്കും, അത് കട്ടായ. ആ തട്ടൻ അത് ഉണ്ടാക്കി തരില്ലെന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? മുടക്കുന്നേ. എത്ര മുടക്കലകൾ ഉണ്ടാക്കില്ലാന്ന്. എടാ, കല്യാണം മുടക്കാന് ഇത് എത്ര തവണ ഞാൻ പറയണ അഭി? എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ജനാല തുറന്നു വെക്കാം. ഇത് ടിൻഡു നാസൊക്കെ വിളിച്ച് പറയട്ടെ. ഇതറിഞ്ഞ അങ്ങനെ എന്നെ കിട്ടൂല, എനിക്ക് ഉറപ്പാ. എന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകും? വീണ്ടും മാമന്റെ വായലേക്കാ? എടാ അഭി, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒരു പ്രാന്തിനെ കെട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഒട്ടിച്ചേർന്നാടാ നിക്കണത്. അതാണ് എന്റെ സങ്കടം. ഇലിപ്പ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്ന മട്ട. ഓടും, ഓനൊറ്റ കൂടും, അല്ലെങ്കിൽ നമ്മളോനെ ഓട്ടിക്കും. ഓനിപ്പോ എന്താ ചെയ്യുന്നേ? ഇപ്പോ അവൻ അവളുടെ കണ്ണീരൊപ്പാടാ. കണ്ണീരാ? എന്തിന്?
എനിക്കൊന്നും അറിയില്ല നാസറേ. സത്യം പറ ഫാത്തി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? വേറെ ആര്? എടാ അബി, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ നാസർക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ? അബി, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ന് വെച്ചാ ഇന്ന് വെച്ച രാത്രി നീണ്ട അരണാണ് അടിച്ചോണ്ട് പോയി ഞാൻ പറയും.